ഡോക്ടർ മോഹൻ റോയ്, വളരെ വിചിത്രമായ കാര്യങ്ങളാണ് ഈ പ്രതിയെക്കുറിച്ച്, ചെന്താമര എന്ന ഈ പ്രതിയെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നത്. ഇയാൾ വലിയ സൈക്കോ ആയിരുന്നു, വലിയ അന്ധവിശ്വാസിയായിരുന്നു. ആരെങ്കിലും രണ്ടുപേർ കൂടി നിൽക്കുകയോ അവർ സന്തോഷിക്കുകയോ ചെയ്യുന്നത് കണ്ടാൽ ഇയാൾക്ക് സഹിക്കില്ലായിരുന്നു. അന്ധവിശ്വാസി ആയതുകൊണ്ട് തന്നെ ആളുകൾ പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഉള്ള അന്ധവിശ്വാസം പരത്തുന്നവർ പറയുന്ന കാര്യങ്ങൾ ഇയാൾ വിശ്വസിക്കുകയും അതാണ് ഈ ആദ്യ കൊലപാതകത്തിലേക്ക് നയിക്കുകയും ഒക്കെ ചെയ്തതെന്നാണ് മനസ്സിലാകുന്നത്. താങ്കൾക്ക് ഈ സംഭവം മുഴുവൻ കാണുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? വലിയ ആരോഗ്യമുള്ള ആളായ അയാളെ കാണുമ്പോൾ തോന്നുന്നില്ല. ഒരു സാധാരണ ലോറി ഡ്രൈവറായിരുന്ന ഒരാൾ ഇങ്ങനെ കൊലകൾ നടത്തുകയാണ്. 12 മുറിവുകളാണ് ലക്ഷ്മിയുടെ ദേഹത്തുണ്ടായിരുന്നത്. സുധാകരന്റെ പുറത്ത് 6 മുറിവുകൾ. യാതൊരു ചാഞ്ചല്യവും അയാളുടെ മനസ്സിനുണ്ടാകുന്നില്ല. തുടർ കൊലകൾ നടത്തിയാലും എനിക്ക് ഒരു ശിക്ഷയെ ലഭിക്കൂ എന്ന് പലരോടും ഇയാൾ പറഞ്ഞിരിക്കുന്നതായി അറിയുന്നു. ഡോക്ടർ മോഹൻ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളിപ്പോ ഈ ചർച്ച ചെയ്യുമ്പോൾ തന്നെ പൊതുവെ സമൂഹത്തിൽ പറയുന്ന കുറച്ച് വാക്കുകൾ, നമ്മൾ സൈക്കോ എന്നൊരു വാക്ക് ഇതിനിടയിൽ ഉപയോഗിക്കുന്നു. എന്താണ് ഈ സൈക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇതൊരു എന്താ പറയുക, ഇപ്പോൾ ന്യൂജൻ ഭാഷ എന്ന് പറഞ്ഞാൽ തിരിച്ച് തന്തവൈവാണ് എന്ന് പറയുന്ന ഒരു കാലഘട്ടമാണ്. ഈ സൈക്കോ എന്ന് പറഞ്ഞാൽ അത് എന്താണ് ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മാനസിക പ്രശ്നമുള്ള ഒരാളാണെങ്കിൽ, പണ്ട് ഈ മാനസിക രോഗമുള്ളവരെ ഭ്രാന്തൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ചിരുന്നതിന് പോലെ തന്നെ തുല്യമായ ഒരു വാക്കാണത് എന്ന് പറയേണ്ടി വരും. 2, ഈ വ്യക്തിയെ നമ്മൾ ഒന്ന് പുറത്തു വന്ന പത്ര റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ, മാധ്യമങ്ങൾ പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുമ്പോൾ വളരെ വ്യക്തമാണ് ഇദ്ദേഹത്തിന് സ്വഭാവ വൈകല്യം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ആ സ്വഭാവ വൈകല്യം തന്നെ ആയിരുന്നിരിക്കാം ആദ്യത്തെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. ആദ്യത്തെ കൊലപാതകത്തിന് കാരണം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഭാര്യ പിണങ്ങിപ്പോയതിനെന്തോ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിരിച്ച് നമ്മളൊരു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രവചിക്കുന്നതൊക്കെ അതൊരു തൊഴിലായി കാണുന്ന ആൾക്കാരുടെ അടുത്തേക്ക് പോകുമ്പോൾ നീളൻ മുടിയുള്ള ഒരു സ്ത്രീ അടുത്തുണ്ടെന്ന് പറഞ്ഞത്രേ. നോക്കൂ, ഇതിൽ പല ഇതും നാം വിശ്വസിക്കുന്നത് പൊതുവൽക്കരിച്ചു കൊണ്ട് പറയുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഏത് സ്ഥലത്താണ് നീളൻ മുടിയുള്ള ഒരു സ്ത്രീ ഇല്ലാത്തത്? ഇത് ഈ പറയുന്ന ആളങ്ങ് തട്ടിവിടുകയാണ്. ഈ തട്ടിവിട്ട് കഴിയുമ്പോൾ ഇത് കേൾക്കുന്ന വികലമായ ഒരു മാനസികാവസ്ഥ ഉള്ള ആൾക്ക് എന്ത് തോന്നാമെന്നും അതിന്റെ അനന്തരഫലം എന്തായിരിക്കും എന്നുള്ളതാണ് നാം ഇത് കാണുന്നത്. ഇതിലൊറ്റ ചോദ്യമേ ഉള്ളൂ. നോക്കൂ, ആദ്യത്തെ സംഭവം നടന്നത് 2019. അദ്ദേഹം 22 വരെ ജയിലിലായിരുന്നു എന്നാണ്. ഇത് ഒരു മൊഴിയായിട്ടുണ്ട്. ഇത്തരം ഒരു കാര്യത്തിലേക്ക് പോലീസിന്റെ ഭാഗത്തു നിന്നൊരു അന്വേഷണം നടക്കുകയോ ഇത്തരം ഒരു ഐഡിയ പുള്ളിയുടെ മനസ്സിൽ കുത്തിവെച്ച ഒരാളെ കുറിച്ച് യാതൊരു പരാമർശമോ, അദ്ദേഹത്തിനെതിരായി ഒരു കൊലപാതക ശ്രമത്തിന്, കൊലപാതക പ്രേരണ കുറ്റത്തിന് കേസെടുക്കാനുള്ള യാതൊരു വകുപ്പുകളുമില്ല എന്നുള്ളത് ബഹുമാനപ്പെട്ട സക്കറിയ ജോർജ് സാർ ഉൾപ്പെടെ ഉള്ളവരുണ്ട്. അവരുടെ കയ്യിൽ നിന്നും കൂടി ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്. ശരി. അപ്പൊ അത്തരത്തിൽ സംവിധാനങ്ങൾ പോകുന്നു. 2, ഇത്തരത്തിലുള്ള ഒരു കുറ്റാരോപിതൻ ജാമ്യം ലഭിച്ച് പുറത്തു വരുന്നു. നമ്മുടെ നാട്ടിൽ നോക്കും, നമ്മൾ എപ്പോഴും ഈ പോലീസ് ആക്ട് ചെയ്തില്ല, ഇപ്പൊ ഇന്ന് തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെയായിട്ടൊരു നടപടി വന്നിട്ട് പോലീസ് ആക്ട് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലീസിന്റെ എണ്ണം എത്രയാണെന്നും അവർ ഈ പറയുന്ന പ്രശ്നങ്ങളെല്ലാം നേരിടാൻ പ്രാപ്തരാണോ എന്നും ആ ഫോഴ്സിന്റെ സ്ട്രെങ്തും ഒക്കെ അതിൽ വരും. പക്ഷെ ഈ കാര്യത്തിൽ കൃത്യമായി അവർക്ക് പരാതി ലഭിച്ചിരുന്നു എന്നതിന് ശേഷം പോലും ഈ വ്യക്തി ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് ഒരു പ്രദേശത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയുടെ കാര്യത്തിൽ നമ്മുടെ സംവിധാനങ്ങൾ എന്തുമാത്രം ജാഗരൂകരാണ് എന്നുള്ളതിന്റെ കാര്യം നമുക്ക് അറിയേണ്ടതുണ്ട്. അതിലൊരു നോട്ടപ്പിശക് സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയേണ്ടത്. അങ്ങനത്തെ ഒരു നോട്ടപ്പിശകിന് അടുത്ത 2 ജീവനുകൾ വിലയായി കൊടുക്കേണ്ടി വന്നാൽ ഇത്തരം സംവിധാനമാണോ നമുക്ക് വേണ്ടത് എന്നും ആലോചിക്കേണ്ടത്. തീർച്ചയായും അക്കാര്യത്തിൽ കുറച്ചുകൂടി വിശദമായി നമ്മളെപ്പോഴും വിശ്വസിക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിലുള്ള ആൾക്കാർ ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ടെന്നാണ്. ഇത്തരത്തിലുള്ള ആൾക്കാർ ഇപ്പോഴും, എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ സംഭവമൊക്കെ നടന്നതുകൊണ്ട് ചിലപ്പം ജാമ്യ വ്യവസ്ഥകളും ബാക്കിയൊക്കെ പോലീസ് പല സ്ഥലത്തും കർശനമായി നോക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാർ ഇനിയും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇത്തരത്തിലുള്ള ആൾക്കാർ ഇനിയും ഇത്തരത്തിലുള്ള ക്രൂരമായ പ്രവൃത്തികൾ നടത്താനും സാധ്യതയുണ്ട്. ഇതിന് വളരെ കൃത്യമായി സംവിധാനങ്ങളെ ഇടപെടൽ ആവശ്യമുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി പോലീസിംഗ് എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു ആശയമാണ്. പക്ഷേ ഈ പോലീസ് ഫോഴ്സിലും ഒക്കെയുള്ള അംഗബലത്തിന്റെ പരിമിതിയും ഒക്കെ ഉണ്ട്. ഇത് സമൂഹം ഇടപെട്ടുകൊണ്ട് നമ്മുടെ ഈ ഒരു കാര്യത്തിൽ നടക്കാഞ്ഞ ഒരു കാര്യം അതാ. സമൂഹത്തിൽ നിന്നും അവിടെ താമസിക്കുന്നതും കൃത്യമായ വിവരം കിട്ടിയെങ്കിലും അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു കാര്യശേഷി അവിടുത്തെ സംവിധാനം കാണിച്ചില്ല എന്നുള്ളതാണ്. അത് മാറ്റിവെക്കുകയും ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഇതിൽ വേറൊരു വലിയ പ്രശ്നമുണ്ട്. ഇത് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാനസിക രോഗമെന്നുള്ള ഒരു ആംഗിളിലേക്കാണെങ്കിൽ ഇതൊരു വലിയ പ്രശ്നമെന്ന് വെച്ചാൽ പോലീസ് കൃത്യമായി നേരത്തെ പോയിട്ട് ആദ്യമേ ഈ മാനസികാരോഗ്യത്തിന്റെ ഡിഫൻസ് എടുക്കത്തില്ല.
കാരണം പോലീസ് ഈ ഡിഫൻസ് എടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പ്രതിക്ക് ആനുകൂല്യം കിട്ടാനേ അത് സഹായിക്കുകയുള്ളൂ. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അത്തരം ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് കുറ്റാരോപിതനാണ് ചെയ്യേണ്ടത്. കുറ്റാരോപിതൻ അത് ചെയ്യുമെങ്കിൽ പ്രാഥമികമായി അയാൾ കുറ്റം ചെയ്തതെന്ന് സമ്മതിക്കേണ്ടി വരും. ഒരു കുറ്റകൃത്യത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഇയാളാണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്നുള്ളത് സംശയാതീതമായി നിയമത്തിന്റെ സുവർണ ചങ്ങലകളാൽ തെളിയിക്കുക എന്നുള്ളതാണ്. അത് പോലീസിന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ തിരിച്ച് ഈ പ്രതി ഞാനാണ് കൊലപാതകം ചെയ്തത് എന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ, എനിക്ക് മാനസിക രോഗം കൊണ്ടാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ പ്രതി ആ കുറ്റം ഏൽക്കുകയാണ്. പിന്നെ സംവിധാനത്തിന് ജോലി എളുപ്പമാണ്. പക്ഷെ പോലീസ് ഒരിക്കലും ആ ഒരു ഇൻസാനിറ്റി ഡിഫൻസ് എന്ന് പറയുന്ന പഴയ സെക്ഷൻ 84 ഇന്ത്യൻ പീനൽ കോഡ്, ഇപ്പോഴത്തെ ഭാരതീയ ന്യായ സംഹിതയിലെ 22, അത് സംവിധാനം പറയില്ല. പിന്നെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ ശിക്ഷയിലും ഇളവ് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടൊക്കെ ആയിരിക്കും അത് ചെയ്യാത്തത്. പക്ഷെ അതിന്റെ ഒരു ദാരുണമായ അന്ത്യമാണ് നമ്മൾ ഈ കാണുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ പറയുന്നതനുസരിച്ച് അദ്ദേഹത്തിന് ചില മാനസിക പ്രശ്നങ്ങളുടെ ലക്ഷണങ്ങൾ ഉണ്ടായിരിക്കാമെന്നാണ് പൊതുവെ പുറത്തു വരുന്ന വിവരങ്ങൾ. പക്ഷെ അത്തരത്തിലുള്ള ആൾക്കാരെ കൃത്യമായി സമൂഹം നിരീക്ഷിക്കേണ്ടതുണ്ട്, സംവിധാനങ്ങൾ നിരീക്ഷിക്കേണ്ടതുണ്ട്. ഇവർക്കൊക്കെ വേണ്ടി തന്നെ യഥാർത്ഥത്തിലെ നിയമങ്ങളിൽ ചില മാറ്റങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇത്തരം സംഭവങ്ങൾ യഥാർത്ഥത്തില് സമൂഹത്തിൽ നടക്കുന്ന ഇത്തരം സംഭവങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇനി ഭാവിയിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യത്തിലേക്കുള്ള സൂചകങ്ങൾ കൂടി ഉണ്ടാവേണ്ടത്. അപ്പൊ ഇത്തരം സംഭവങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കണ്ണുറപ്പിക്കേണ്ടതാണ്. നിയമത്തിലൊക്കെ ഇതിനനുസരിച്ച് കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഇനിയും ഇത്തരം ആൾക്കാർ നോക്കൂ. നമ്മളൊരു വ്യക്തി, നമ്മൾ ഇപ്പോൾ ഈ സെക്യൂരിറ്റി കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, എനിക്ക് തോന്നുന്നു സഹ്റ ജർസാനൊക്കെ അറിയാം, ഒരു വ്യക്തി എത്രമാത്രം സുരക്ഷിതമാണെന്നുള്ളതിന്റെ പാരാമീറ്റേഴ്സും ഉണ്ട്. അത് നമ്മൾ VIP സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകളൊക്കെ പോകുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നതാണ്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ ഈ പുറത്ത് ഇറങ്ങുമ്പോൾ ഇത്തരത്തിൽ വളണറബിൾ ആയിട്ടുള്ള ആൾക്കാർ, ഈ വളണറബിൾ ആയ ആൾക്കാർ നമുക്ക് നേരെ ആക്രമണം ഉണ്ടാകാൻ സാധ്യത. അപ്പൊ അവരുടെ ഇടയിലേക്ക് ഇത്തരം മാനസിക പ്രശ്നങ്ങളുള്ള ഈ ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ ഇറക്കി വിടാതെ നോക്കേണ്ടത് യഥാർത്ഥത്തിൽ സംവിധാനങ്ങളുടെ സമൂഹത്തിന്റെ ഒരു കൂട്ടായ ഉത്തരവാദിത്തമാണ്. ലോകത്ത് പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ളവരെ അവർക്ക് ശിക്ഷ പല രീതിയിലാണ്. ഇപ്പോൾ ചിലയിടത്ത് വധശിക്ഷ ഉണ്ടാവാം, ചിലയിടത്ത് വധശിക്ഷയിൽ നിന്ന് എക്സെപ്ഷൻ കിട്ടാം. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാരെ ദീർഘനാൾ ഒരു കാരാഗ്രഹത്തിലടക്കും. ഇപ്പൊ തന്നെ നമ്മുടെ പല കേസുകളിലും 2 ജീവപര്യന്തം എന്നൊക്കെ പറയുന്നത് പോലെ അവർ റിഫോമിന് വിധേയമായില്ലെങ്കിൽ അവരിൽ നിന്ന് സമൂഹത്തെയും സമൂഹത്തിൽ നിന്ന് അവരെയും നോക്കൂ. ഇതിലൊരു വലിയ അപകടം നാം കാണേണ്ടത് അവരിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കേണ്ടതുണ്ട് എന്നതിനപ്പുറം തന്നെ ഇത്തരം ഒരാളെ കൃത്യമായ ആൾക്കാരുടെ മുന്നിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ സമൂഹം എന്താണ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ നമ്മൾ കണ്ടല്ലോ നേരത്തെ സൂചിപ്പിച്ച കേസിലെ ആ കുറ്റാരോപിതനെ ആ വീട്ടിലേക്ക് തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോൾ ആൾക്കാർ ആക്രോശിച്ചെടുത്ത് നാം കണ്ടതല്ലേ. അപ്പൊ ഇയാളിൽ നിന്ന് സമൂഹത്തെയും സമൂഹത്തിൽ നിന്ന് ഇയാളെയും രക്ഷിക്കേണ്ട ഒരു കടമ കൂടി സംവിധാനങ്ങൾക്കുള്ളത് കൊണ്ട് അതിനനുസരിച്ചുള്ള നിയമത്തിലൊക്കെ പൊളിച്ചെടുത്ത് വന്നില്ലെങ്കിൽ തീർച്ചയായും ബുദ്ധിമുട്ടിലേക്ക് പോകാനുള്ള വലിയൊരു സാധ്യതയുണ്ട്. ലഹരിയുടെ ഉപയോഗവും മറ്റും മാറുന്നതിനനുസരിച്ച് കാലാനുസൃതമായി നമ്മുടെ സംവിധാനങ്ങൾ ഉണരേണ്ടതുണ്ട്, ഉണർന്ന് പ്രവർത്തിക്കേണ്ടതുണ്ട്. തീർച്ചയായും, അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം ദാരുണമായ സംഭവങ്ങൾ ഇനിയും ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ